ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുതീഃ ഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രതജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനധി കൈവർത്തകഃ കേശവഃ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥ സംബോധനാഭൂതിതം. ലോകേ സജ്ജന ഷട്പദേന ഹരഃ പേപീയമാനം മുധാ ഭൂയാദ്ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഖപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. യോഗസ്ഥകുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ. സിദ്ധ്യ അസിദ്ധയോഃ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. 48-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഒരുവൻ കർമ്മം ചെയ്യണത് യോഗസ്ഥിതിയിൽ നിന്ന് കർമ്മം ചെയ്യൽ. യോഗം എന്ന വാക്ക് ആത്മാ എന്ന് തന്നെ അർത്ഥം. ഉപനിഷത്ത് നിരൂപണത്തിൽ തസ്യ ശ്രദ്ധയേവ ശിരഃ ഋതം ദക്ഷിണഃ പക്ഷഃ സത്യമുത്തരഃ പക്ഷഃ യോഗ ആത്മാ മഹഃപുച്ഛം പ്രതിഷ്ഠ. ഉപനിഷത്ത് പ്രമാണമേ പറയണു, യോഗം എന്നാൽ ആത്മാ എന്ന് തന്നെ അർത്ഥം. പല ജ്ഞാനികളും പതഞ്ജലി മഹർഷിയുമൊക്കെ യോഗസൂത്രത്തിൽ യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി ഇല്ലാതിരിക്കണത്. ഉപദേശസാരത്തിൽ നമ്മൾ കണ്ടു, ചിത്തവൃത്തി ഇല്ലാതിരിക്കണതിനെയാണ് ആത്മസ്ഥിതി എന്ന് പറയണത്.
വൃത്തസ്ത്വയം വൃത്തിമാശ്രിതാഃ വൃത്തയോർമനോ വിദ്യഹം മനഃ. വൃത്തികളെല്ലാം ഒരേ ഒരു പൊരുളിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞാൽ തോട്ട്സ്, സങ്കല്പ വികല്പങ്ങൾ. അതിൻ്റെ മൂലം നമ്മൾ നോക്കിയാൽ ഒരു ഐ തോട്ട്, ഊനാർ ഉടൽ ഇതുവേ നാനാം എനും നിனைவே, നാനാ നിனைവുകൾ ഷേർ ഓർ നാർ എനും എതനാൽ. ആദ്യത്തെ വിദ്യ, ദ പ്രൈമൽ ഇഗ്നറൻസ്, ദാറ്റ് വിച്ച് ഈസ് ഐ ആം ദി ബോഡി. ഞാൻ ശരീരമാണെന്നൊരു വൃത്തി. ആ വൃത്തിയെ ആശ്രയിച്ചാണ് വൃത്തികൾ മുഴുവൻ വരുന്നിരിക്കുന്നത്. നമ്മുടെ പലതരത്തിലുള്ള തോട്ട്സും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൈമൽ ഇഗ്നറൻസ്, ദാറ്റ് ഈസ് ഐ ആം ദി ബോഡി. ആ വൃത്തികളൊക്കെ അങ്ങോട്ട് മാറിയാൽ ചിത്തവൃത്തി നിരോധഃ ഇതി യോഗം, ദാറ്റ് ഈസ് ആത്മനിഷ്ഠം. ഇപ്പൊ ഇവിടെ അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത് യോഗസ്ഥഃ കുരു കർമാണി, കർമ്മം ചെയ്തോളുക. നിനക്ക് കർമ്മം ചെയ്യാനാണ് അധികാരം. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ ഫലം ഉള്ളിൽ വരണം. എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ്. സത്സംഗത്തിൽ വരുമ്പോഴും ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ഈ ഒരു പാർട്ട് വരുമ്പോൾ ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് നമ്മൾ കരുതും. ഇത് തന്നെയാണ് പല ജ്ഞാനികളും പറഞ്ഞിരിക്കുന്നത്. മഹർഷി ഉപദേശസാരത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം. മുക്തി ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതിനെന്ത് ചെയ്യണം? കർമ്മം നമ്മുടെ പ്രാരാബ്ധമാണ്. ഇപ്പം എന്തൊക്കെ കർമ്മമാണോ നമുക്ക് വന്നിരിക്കുന്നത്, ആ കർമ്മം ഒക്കെയും പ്രാരാബ്ധത്തില് പൂർവജന്മത്തിലൊക്കെ സഞ്ചിതമായിട്ടുള്ള കർമ്മഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പൊ ആ കർമ്മം നമുക്ക് ചെയ്യാതിരിക്കാൻ വഴിയില്ല. കർമ്മം എങ്ങനെ ഇരിക്കണം? ഈശ്വരാർപ്പിതം. ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യണം. അതിനെയാണ് യോഗസ്ഥ. ബ്രഹ്മനിഷ്ഠമായിട്ട് കർമ്മം ചെയ്യണം. ഫലയിച്ഛിക്കാതെ കർമ്മം ചെയ്യണം. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്വാ ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, ധനത്തെ കൂടെയും ജയിച്ചിരിക്കുന്നതായിട്ടുള്ള പല ഫലങ്ങളും. ഇപ്പൊ നമുക്ക് ഉദാഹരണം, അർജുനന് എക്സ്റ്റേണലി ആ ഒരു വാസനയുണ്ട്. എന്താ വാസന എന്ന് പറഞ്ഞാൽ, എത്ര അക്ഷോഹിണി പടയോ അവരെടുത്തോട്ടെ, എനിക്ക് ഭഗവാൻ വേണം എന്നൊരു സത്വചിന്ത ഉണ്ടായി. എന്നാലും വിഷമം നിലനിൽക്കണം അല്ലേ? ഫസ്റ്റ് ചിന്ത എന്താണ്? ഭഗവാൻ എനിക്ക് വേണം. നമ്മൾ അത് ചിന്തിക്കണില്ല. എല്ലാവരും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഫലം എനിക്ക് തരണം എന്ന് മാത്രം ചിന്തിക്കണമെന്നല്ലാതെ ആരും എനിക്ക് അൾട്ടിമേറ്റ്ലി ഐ നീഡ് ഭഗവാൻ എന്ന് ചിന്തിക്കണില്ല. എനിക്ക് ഭഗവാൻ വേണം. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വേണമെങ്കിലും എനിക്ക് വന്നോട്ടെ, എനിക്ക് ഭഗവാൻ എന്നെ വിട്ടിടാതിരിക്കണം. വിട്ടിടിൽ കഷ്ടമാം വിട്ടിടാതെനൈ ഉയർ വിട്ടിട അരുൾപൊറി അരുണാചല. അക്ഷരമണമാലയിൽ ഒരു പാട്ട്, വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് ഭഗവാനോട്. എങ്ങനെ? വിട്ടിടിൽ കഷ്ടമാം. ഈ ജപമോ ഭഗവത് ധ്യാനമോ അതിനൊക്കെ വിട്ടാൽ വലിയ കഷ്ടമാണ്. പിന്നെ ഞാൻ ഈ സംസാരത്തിൽ പോയി വീണു പോവും, വലിയ താപത്തിൽ പോയി വീണു പോവും, വലിയ അഗ്നിയിൽ ഞാൻ പോയി പതിക്കും. വിട്ടിടാതുണൈ, നിന്നെ വിടാതെ, ഉയർ വിട്ടിട. ജീവൻ ഒരു നാളേക്ക് പോവും. ആ പോണ ടൈമിൽ മാർക്കണ്ഡേയനെ പോലെയോ ഭഗവാനെ പോയി കെട്ടിപ്പിടിച്ചിട്ട്, ഭഗവാനല്ലാതെ വേറൊരു ആശ്രയം ഇല്ല എന്നുള്ള രീതിക്ക് ഈശ്വരാർപ്പിതമായിട്ടിരുന്നാൽ, ഉനൈ വിട്ടിടാതെ ഉയർ വിട്ടിട അരുൾ പൊറി അരുണാചല. നിന്നെ വിടാതെ തന്നെ, നിന്നെ വിടാതെ പിടിച്ചുകൊണ്ട് ഈ ശരീരം വിടാൻ എനിക്ക് അനുഗ്രഹിക്കണം ഭഗവാനെ. നോക്കൂ, ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ അനുഭൂതിയോ ഒന്നുമില്ലെങ്കിലും ദാറ്റ് ഈസ് പ്യുവർ നോളജ്. ഈശ്വരാർപ്പിതമായിട്ട് തന്നെ ജീവിതം വെടിയൽ. ഇപ്പോൾ
തിരുവനന്തപുരത്ത് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, വളരെയധികം തത്വചിന്തയോടുകൂടി, ഈശ്വരനൊന്നുമില്ല, കൊടി പിടിച്ച് നടന്ന ആള്. അദ്ദേഹത്തിൻ്റെ മകൻ അരവിന്ദൻ 7 വയസ്സായ കുട്ടിക്ക് ടെറ്റനസ് ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഏതാനും മണിക്കൂറിനകത്ത് കുട്ടി മരിക്കും എന്നുള്ളൊരു ഗതി വന്നു. അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. എന്തൊക്കെ നേടിയാലും അതൊന്നും ശാശ്വത പരിഹാരമില്ലാത്തതുപോലെ കരഞ്ഞുകൊണ്ടിരുന്നു. ആ കുട്ടി 7 വയസ്സായ കുട്ടി, നോക്കൂ, വാസ്തവത്തിൽ ഒരു ജീവൻ അർഹനാണെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിച്ചാലും നടക്കും. ഭഗവാൻ ഇല്ലേ, കണ്ണൻ ചെറുതല്ലേ, നമ്മൾ ആരാധിക്കണ ഗുരുവായൂരപ്പനൊക്കെ കുട്ടി കണ്ണാന്ന് വിളിച്ചിട്ടാണ് നമ്മുടെ അഭിസംബോധനയൊക്കെ. ഒരു പുത്രഭാവം. നോക്കൂ, നമ്മൾ ഈ പുത്രന്മാർക്കെല്ലാം ആ ഈശ്വര ഭാവത്തെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഡിവൈൻ ജീവിതം ആസ്വദിക്കാൻ പറ്റും. ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അധ്യാരോപം എന്ന് പറയും. ഈശ്വരനെ എല്ലാത്തിലും ആരോപിക്കാം. എല്ലാത്തിലും ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ നിത്യമാണ്. നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം. നിത്യമാണ്, നിത്യത്വമാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ ഒരു ശരീരത്തിൽ ആരോപിച്ചാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നിത്യമായിട്ടുള്ള പൊരുൾ അല്ലേ. ഭഗവാനെ പറഞ്ഞിരിക്കുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അഹമാത്മാ, ഞാൻ ഈശ്വരൻ ആത്മരൂപേണ ഭാതി, ആത്മരൂപത്തിൽ തിളങ്ങി നിൽക്കണം. അപ്പോൾ ആ ആത്മസ്ഥിതിയെ മാത്രം കാണൽ ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് നമ്മൾ നിത്യനിരന്തരം ജീവിതത്തിൽ, ഇതാണ് യോഗസ്ഥ കുരു കർമാണി അല്ലെ. കൃഷ്ണൻ തന്നെ ഉപദേശിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വസുദേവരെയും ദേവകിയെയും ഒക്കെ ഉപദേശിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചിന്തയന്തൗ അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹം. എന്നെ നിങ്ങൾ പുത്രനായിട്ട് ഈ ശരീരത്തിൽ ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കാതെ ഈ പുത്രഭാവം ഉണ്ടല്ലോ, ഒരു പ്രിയം വരണുണ്ടല്ലോ. നമുക്ക് പുത്രൻ്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആരും ഇൻസ്ട്രക്റ്റ് ചെയ്യാത്തതായിട്ടൊരു പ്രിയം വരണുണ്ടല്ലോ. ആ പ്രിയം പരമലാഭമാണ്. ആ പരമലാഭമായിട്ടുള്ള പ്രിയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പുത്രഭാവം ഉണ്ടല്ലോ, അത് ബ്രഹ്മഭാവേന ചിന്തയന്തോ, അത് ഈശ്വരനെ കാണാൻ ശ്രമിക്കാതെ അതിൽ ഈശ്വരനെ ആരോപിക്കുക. എല്ലാവരിലും ഒരു ഈശ്വര ആരോപിതം, എന്നെ സഹായിക്കാമെന്ന് ഈശ്വരനാണെന്നൊരു ചിന്ത വന്നാൽ ഈ പുറമെയുള്ള ശരീരമോ കെട്ടിപ്പാടോ ഒക്കെ പോയ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണ് ഇരിക്കുന്നത്. അത് ഭഗവാനാണ് പ്രമാണം. അതിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെയാണ് പ്രമാണം അല്ലേ. ഇനി ഭഗവാനെ കൂടെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനോട് ഡൗട്ട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ പറയണു, അഹം ആത്മാ ഗുഡാകേശ, ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഒരു ആത്മചൈതന്യമുണ്ട് എന്ന് ആർക്കും നിഷേധാത്മകമേ അല്ല. കാരണം ശരീരത്തിന് നിത്യത്വമില്ല, മനസ്സിന് നിത്യത്വമില്ല, ആത്മാവിനാണ് നിത്യത്വം. ആ നിത്യമാണ് ഈശ്വരൻ. അതുകൊണ്ട് കുട്ടികളിലും അമ്മയിലും അച്ഛനിലും ഒക്കെ ഈ നിത്യത്വത്തിനെ നമ്മൾ കാണലാണ്. യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വ. വലിയ കാര്യമാണ് സംഘം വിടുക. എന്തിനോടുള്ള സംഘം? സംഘം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്നർത്ഥം. എന്തിനോടുള്ള സംഘമാണ് നമ്മൾ വിടേണ്ടത്? അനാത്മവസ്തുവിനോടുള്ള സംഘം. അത് വിടണോ? ഇതൊരു ചോദ്യമാണ്. രമണ ഭഗവാന്റെ അടുത്ത് കാണാൻ വന്ന പോൾ ബ്രിൻഡൻ എന്നൊരു വെസ്റ്റേണർ, അദ്ദേഹം പറയാണ്, ഭഗവാനെ, ഷുഡ് ഐ ഗിവ് അപ്പ് ഓൾ മൈ പൊസഷൻസ്? ഭഗവാനെ, ഞാൻ എൻ്റെ സ്ഥാനമാനങ്ങളും ഒക്കെ ഞാൻ വിടട്ടെ ഭഗവാനെ ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദ പൊസസർ ടു എന്ന് പറഞ്ഞു. ദാറ്റ് ഐ തോട്ട് ദാറ്റ് അഹം വൃത്തി അല്ലേ, വൃത്തയസ്ത്വഹം,
ആ അഹംവൃത്തി ഉണ്ടല്ലോ, അതിനെയും കൂടെ എടുത്ത് കളയുക. ഞാൻ ഇത് ചെയ്യണു, ഞാൻ കർമ്മം ചെയ്യണു, ഞാൻ നല്ലത് ചെയ്യണു, ഞാൻ ചീത്ത ചെയ്യണു, ഈ ഭാവത്തെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ സമ്പാദിക്കണു, ഞാൻ ജപത്തിലൂടെ മുക്തി നേടണു, ഈ ഞാൻ എന്ന ഭാവം തോന്നായിക വേണമിഹ, അല്ലേ? ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ആ ഞാനെന്ന ഭാവം ഇല്ലാതിരുന്നാൽ അത് തന്നെ യോഗസ്ഥിതി, അത് തന്നെ സംഘമില്ലാത്തത്. അതുകൊണ്ട് ഇതിനൊന്നും വിടേണ്ട ആവശ്യമില്ല നിത്യത്വത്തിനെ കാണുമ്പോൾ, അല്ലെ? സ്വപ്നത്തിൽ നിന്നും നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഇനി സ്വപ്നത്തിനെ നമ്മൾ വിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സ്വപ്നത്തിനോടൊരു സംഘം എത്ര നേരം ഉണ്ടാവും? ആ സ്വപ്നം സത്യം എത്ര നേരത്തൊക്കെ ഉണ്ടാവും? ജാഗ്രത വരണ വരയ്ക്കും ഉണ്ടാവും. ഉണരുന്ന വരയ്ക്കുമേ സ്വപ്നത്തിനോടുള്ളൊരു സംഘം ഉണ്ടാവുള്ളൂ. ആ സംഘം സ്വയമേവ ഉണരുമ്പോൾ പോണതുപോലെ യോഗസ്ഥമായിട്ടിരിക്കുക, യോഗ നിലയിലിരിക്കുമ്പോൾ നമുക്ക് ആ സംഘം തനിയെ പൊയ്ക്കോളൂ. അപ്പോൾ ഇതിനൊരു പ്രാക്ടീസാണ്. ഒന്ന് സംഘം വെടിയുക, അപവാദമുഖം. 2 മുഖങ്ങളാണ് ഭഗവാൻ ഇവിടെ പറയണത്. ഒന്ന് അപവാദമുഖം. അപവാദമുഖം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നിഷേധിക്കാം. ഏതാണോ ഉള്ളത്, നിഷേധിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഉള്ളത്, ദാറ്റ് വിൽ റിമെയിൻ. അതാണ് ന ഭൂമിഹി ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയ നഖം ന ഇന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധ തദേകോ അവശിഷ്ട ശിവക്കേവലോഹം. ഇതൊരു മാർഗം. ഇത് നിഷേധാത്മകമായിട്ടുള്ളതും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തതായിട്ടുള്ള നിജസ്വരൂപം, ഇറ്റ് വിൽ റിമെയിൻ ദാറ്റ് ശിവം, ദാറ്റ് മംഗളമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള ഒരു ഭാവം ഉള്ളിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇതൊരു വഴി. 2, യോഗസ്ഥ കുരു കർമാണി. ഇനി ഒന്നിനെ ഇവിടെ ത്യജിക്കേണ്ട ആവശ്യമില്ല, സത്യത്തിനെ മുറുകെ പിടിച്ചാൽ മതി, അല്ലേ? ഇപ്പോൾ ധാരാളം പേര് വരണ ഒരു മാർക്കറ്റ്, ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ, ഇപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോയവർക്കറിയാം, കലപില കേട്ടുകൊണ്ടേയിരിക്കും. ആ കലപില കേൾക്കണതിൻ്റെ ഇടയിൽ തൻ്റെ കടക്കാരനോട് ചോദിക്കണതും തൻ്റെ കടക്കാരൻ പറയണതിനെ മാത്രം ശ്രദ്ധിക്കണം. ഇല്ല തൊട്ടടുത്ത കടയിൽ എന്തു പറയണമെന്നൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചിലർ ശ്രദ്ധ കൊടുത്തിരിക്കും. അല്ലാത്ത ടൈമിൽ, നമ്മൾ കൺവേ ചെയ്യണ ടൈമിൽ we only obey or we only listen to our shopkeeper. നമ്മുടെ ഷോപ്പിലുള്ള ആരാണ്, അല്ലെ, നമ്മൾ വാങ്ങിക്കാൻ പോണത് ആരുടത്താണോ അവർ പറയണത് മാത്രം ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മളൊന്നും ഈ പറയാതിരിക്കും മിണ്ടാതിരിക്കും എന്നൊന്നും പറഞ്ഞില്ല. ശ്രദ്ധയോടുകൂടി അതിൽ കേട്ടപ്പോഴ് മറ്റതൊക്കെ പോയി. അതുകൊണ്ട് യോഗസ്ഥ കുരു കർമാണി, ബ്രഹ്മനിഷ്ഠമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ സംഘം സ്വയമേവ അങ്ങോട്ട് മാറും. അപ്പോൾ ഇത് 2 വഴിയാണ് ഭഗവാൻ പറഞ്ഞു തരണത്. ഈ 2 വഴികളാണ് ഭഗവാൻ നമ്മുടെ മുന്നിൽ വയ്ക്കണത്. അതുകൊണ്ട് അധ്യാരോപമായിട്ടാണെങ്കിലും അപവാദത്തിലാണെങ്കിലും ഫലം ആത്മസാക്ഷാത്കാരം തന്നെ. അതുകൊണ്ട് സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വാ. സിദ്ധ്യ, നമുക്കിപ്പോൾ സാധനയിൽ ഏറ്റവും പ്രധാനം ആൾക്കാരൊക്കെ ഈ സാധ്യത്തിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഇന്ന മന്ത്രം ജപിച്ചാൽ എത്ര ഫലം ഉണ്ടാവും, എത്ര നേരം ജപിച്ചാൽ എനിക്ക് ഇന്ന ഫലം കിട്ടും. ഇങ്ങനെ നമ്മൾ അധ്യാത്മത്തിൽ കൂടെയും ഒരു ആരോപണം വയ്ക്കും, ഒരു ചിന്ത വയ്ക്കും. അതുകൊണ്ട് ആ ചിന്തയെയും ഭഗവാൻ ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ധ്യ അസിദ്ധ്യ. എന്താണോ നിനക്ക് കിട്ടേണ്ടത്, എന്താണോ കിട്ടേണ്ടാത്തത്, ഇതില് മനസ്സിനെ നമ്മൾ പിന്തിരിക്കുക. ഇതാണ് യോഗം. ലാഭത്തിനെയും ജയത്തിനെയും ഇനി പരാജയത്തിനെയും നഷ്ടത്തിനെയും കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ, ഈ ചിന്തയെ നമുക്ക് പതുക്കെ പിന്നിലേക്ക് വലിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ കോൺഷ്യസ് ആവാതിരിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഇവാലുവേഷൻ ചെയ്യാതിരിക്കുക. എന്തു വരണോ അത് വന്നോട്ടെ, തനിക്ക് ഇട്ട പടി എന്ന് അപ്പർ സ്വാമി പറഞ്ഞിട്ടുണ്ട്. തനിക്ക് എന്താണോ വന്നിരിക്കുന്നത് അതുപോലെ. ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം ഒരു മന്ത്രോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ എത്ര കാലം ജപിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ടിൽ യു ഗെറ്റ് മുക്തി.
അപ്പോൾ ഇയാൾ ആരംഭിച്ചിട്ടേ ഇല്ല, മന്ത്രം കൂടെ കേട്ടിട്ടില്ല. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് അയാളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മുക്തിക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ പറഞ്ഞു, മുക്തിക്ക് ശേഷവും നീ ജപം ചെയ്തോളാം, കണ്ടിന്യൂ ആഫ്റ്റർ ദാറ്റ്, ഡു ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറത്ത് നീ ചെയ്തോളുക. കാരണം എന്താന്ന് വെച്ചാൽ അവനിപ്പോൾ ആരംഭിച്ചിട്ട് കൂടെ ഇല്ല, അവൻ ഫലപ്രാപ്തിയിലാണ്. ഫലത്തോടു കൂടി നമ്മൾ സാധന ചെയ്താൽ നമുക്ക് വിഷമമുണ്ടാവും. അത് ഏത് കർമ്മവും ആയിക്കോട്ടെ, ലൗകിക കർമ്മവും ആയിക്കോട്ടെ, അധ്യാത്മമായിട്ടുള്ള കർമ്മമായിക്കോട്ടെ, ഇത് രണ്ടും ഒരു അല്ലേ, പ്രഹ്ലാദം പറയണത് പോലെ സവൈ വണിക്, എന്തു കിട്ടും, എന്ത് ലാഭം, ഇത്ര ജപിച്ചാൽ എനിക്ക് എത്ര കിട്ടും, ഇതൊരു ലാഭയിച്ച അങ്ങനെ ഇരിക്കണം. അപ്പൊ ഈ ലാഭയിച്ചയെ നമ്മൾ ശ്രദ്ധിക്കാതെ സിദ്ധ്യ അസിദ്ധ്യ സമോഭൂത്വ, അതിനെ സമമായിട്ട് കാണുക. സമമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ യോഗസ്ഥമായിട്ടിരുന്നാൽ എല്ലാം സമമായിരിക്കും, നമുക്കൊന്നും ബാധിക്കണില്ല, സാക്ഷി മാത്രമായിട്ടിരിക്കുക. നമ്മൾ ആ ജയത്തിലും ഞാനില്ല, പരാജയത്തിലും ഞാനില്ല, ഈ ജയം വരുമ്പോൾ ഉള്ള സന്തോഷവും ഞാനല്ല, പരാജയം വരുമ്പോഴുള്ള ദുഃഖവും എൻ്റെ സ്വരൂപമല്ല. ഇതെല്ലാം മനസ്സിനും ശരീരത്തിനും ഒക്കെ നമ്മൾ ആരോപിക്കണ ഒരു നാമരൂപമാണ്. എൻ്റെ സ്ഥിതി അസ്ഥി ഭാതി പ്രിയം. നാമരൂപത്തെ അങ്ങോട്ട് ഇല്ലാതാക്കുക, ഇതാണ് യോഗം. നാമരൂപത്തെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ there must be യോഗം. സമത്വം യോഗ ഉച്യത്തെ. അതുകൊണ്ട് സമത്വമാണ് യോഗം എന്ന് പറയപ്പെടുന്നു. നോക്കൂ, ഗുരു പരമ്പരയുടെ ഒരു ഓതൻറ്റിസിറ്റി ആണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. ഒരു ഓതൻറ്റിസിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രാമാണികത. സമത്വമാണ് യോഗം എന്ന് പറയപ്പെടുന്നു. ഞാനൊരു ഭഗവാനാണ്, ഞാൻ പറയണു, നിങ്ങൾ കേട്ടോളൂ എന്നല്ല പറയണത്. സമത്വം യോഗ ഉച്യതേ, സമത്വം യോഗമാണ് എന്ന് പറയണം, എന്ന് പറയപ്പെടുന്നു. ആരാൽ പറയപ്പെടുന്നു? ഇത് ശുശ്രുമ പൂർവേഷാം, പൂർവികരാൽ, തത്വചിന്തകരാൽ, തത്വദർശികളാൽ പറയപ്പെടുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയണു. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നീ കർമ്മത്തെ എങ്ങനെ യോഗമായിട്ട് നിനക്ക് ചെയ്യാം, അതിന് എന്താ ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ, നിന്റെ ബുദ്ധി ഈശ്വരാർപ്പിതമായിട്ടൊരു ബുദ്ധി വേണം, ഒരു ഈശ്വര ബുദ്ധി വേണം. അതും നിന്റെ ലക്ഷ്യത്തെ വിടാതെ പിടിക്കണതായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞു വ്യവസായാത്മിക ബുദ്ധി, ലക്ഷ്യം വിടാത്തതായിട്ടുള്ള നിശ്ചയബുദ്ധിയോടുകൂടി നീ ഇരുന്നാൽ, യോഗബുദ്ധിയോടുകൂടി ഇരുന്നാൽ നിനക്ക് ആ ഈശ്വര ബുദ്ധി വരും. നിനക്ക് വിഷമം എന്നുള്ളൊരു അവസ്ഥയെ മറികടക്കാൻ പറ്റും. ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. ദൂരേണഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമൻവിച്ഛ കൃപണാഃ ഫലഹേതവഃ. 49ാമത്തെ ശ്ലോകം. ദൂരേണഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമൻവിച്ഛ കൃപണാഃ ഫലഹേതവഃ. വീണ്ടും ഭഗവാൻ അർജുനനെ ധനഞ്ജയ എന്ന് അഭിസംബോധന ചെയ്യുന്നു. എന്താ ധനഞ്ജയ എന്ന് പറഞ്ഞാൽ ധനത്തിനെ ജയിച്ചവൻ. വൺ ഹൂ ഡിഫീറ്റഡ് ദി ധനം എന്ന് പറഞ്ഞാൽ ധനചിന്ത ഇല്ലാത്തവൻ എന്നർത്ഥം, ധനമോഹമില്ലാത്തതിരിക്കണം എന്നർത്ഥം, അല്ലേ? ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കണം എന്നർത്ഥം. അത് അനുഭവത്തിൽ നമുക്ക് കാണാം. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ദർശനമാണ് പ്രാധാന്യം എന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നു. ഭഗവാനെ എനിക്ക് ദർശനം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലർ ജപമൊക്കെ ചെയ്യണുണ്ട്. നോക്കൂ, ദുര്യോധനാദികൾക്ക് കിട്ടാത്ത ദർശനമാണോ ഭഗവാൻ? അല്ലേ? തൊട്ടടുത്ത് ഭഗവാൻ യുദ്ധത്തിൽ വന്ന് നിൽക്കുകയാണ്, രാവണന് കിട്ടി. എല്ലാവർക്കും ദർശനമുണ്ട്. പക്ഷേ ആർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉപദേശത്തെ, ഭഗവാനെ ആർക്ക് കൊടുത്തു? ഭഗവാൻ ഉപദേശത്തിലൂടെ. ഉപദേശന്തി ജ്ഞാനിനഃ തത്വദർശിനഃ. ആ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തത്വദർശിയായി മാറണം. അതുപോലെ ഭഗവാൻ ഭഗവാനാക്കി മാറ്റണു, തൊട്ടതെല്ലാം ഭഗവാനാക്കി മാറ്റണു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യക്ഷപ്പെട്ട് വരണത് മാത്രമാണെങ്കിൽ വെറും അല്പമാണ്. ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ വന്നു, ഒരു ആരാധന ചെയ്തു, ഇതൊക്കെ ഒരു അല്പമാണ്.
ദഭ്രമേവാപി എന്ന് ഉപനിഷത്തെ പറഞ്ഞു. അത് വെറും ദഭ്രമാണ്, അല്പമാണ്, ദഹരമാണ്. അതുകൊണ്ട് അതല്ല വേണ്ടത്. പണത്തിനെ ജയിക്കൽ എന്ന് പറഞ്ഞാൽ പണത്തിലുപരി ഈശ്വരനെ ആശ്രയിക്കണവരെന്നർത്ഥം. അതുകൊണ്ട് അല്ലയോ അർജുന, ധനഞ്ജയ, ബുദ്ധി യോഗാത് ദൂരേണ ദൂരേണ ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലക്ഷ്യം. നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യമുണ്ടല്ലോ, പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യം അല്ലേ? അല്പലക്ഷ്യങ്ങളെ കാണലാണ് നമ്മളൊക്കെ. നമുക്ക് ലക്ഷ്യാർത്ഥമില്ല. നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താ? വാച്യാർത്ഥം എടുത്തിട്ട് ആ വാച്യാർത്ഥം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും. ഭഗവാൻ നീല കളറിലിരിക്കണം, ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഓടിക്കളിക്കണം, നമ്മുടെ അടുത്ത് വരണം, നമ്മുടെ വീട്ടിൽ വന്ന് വെണ്ണ കെട്ടുകൊണ്ടു പോകണം. ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ചിന്തയില്ലാതെ ബാഹ്യാവസ്ഥയിൽ കാണണം. അതൊക്കെ വേണം. കുറച്ച് കാലത്തേക്ക് അതൊക്കെ നമുക്ക് വേണം. ഒരു സമാധി സ്ഥിതിയൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഇതൊക്കെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വേണം. പക്ഷേ ലക്ഷ്യം അതാവരുത്. ഭഗവാനെ കാണണമെന്നല്ല ലക്ഷ്യം. ഭഗവാനെ നിത്യനിരന്തരം നമ്മുടെ അടുത്തുനിന്ന് പറിച്ചെടുത്തു മാറ്റാൻ പറ്റാത്തതുപോലെ ഇരിക്കലാണ് ലക്ഷ്യം. അതാണ് ബുദ്ധിയോഗ. ആ ബുദ്ധിയോഗ ദൂരേണ, ലക്ഷ്യമില്ലാത്തതായിട്ടിരിക്കണവർ. ഇപ്പോൾ ഈശ്വരപ്രാപ്തി ലക്ഷ്യം ഇല്ലാത്ത ദൂരേക്കിരിക്കണം. തത് ദൂരേ. ആ ലക്ഷ്യമേ ഇല്ലാത്തവർക്ക് ഈശ്വരൻ എവിടെയോ ഇരിക്കണം, ഞാൻ എവിടെ ഇരിക്കണം. ആ ലക്ഷ്യമില്ലാത്തവരുടെ ആയിട്ടുള്ള ബുദ്ധിയോഗമില്ലാത്ത കർമ്മമുണ്ടല്ലോ, അവരം എന്ന് പറഞ്ഞു. കർമ്മം അവരം എന്ന് വെച്ചാൽ നികൃഷ്ടമായ കർമ്മമാണ്. ഏതോ ഒരു ലാഭയിച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മമൊക്കെ വെറും നികൃഷ്ടമായ കർമ്മമാണ്. അതിലൊന്നും വാസ്തവതയില്ല. നികൃഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖത്തെ ഉളവാക്കണതായിട്ടുള്ളതും അല്പ ലാഭബുദ്ധിയോട് കൂടിയുള്ളതുമായിട്ടുള്ള ധനത്തെ ആശ്രയിച്ചിട്ടും ഫലത്തെ ആശ്രയിച്ചിട്ടും ചെയ്യുന്ന കർമ്മമാണ്. ആ കർമ്മം നമുക്ക് സദ്ഗതി തരില്ല. അതുകൊണ്ട് ബുദ്ധൗ ശരണമൻവിച്ച് ഈശ്വരബുദ്ധിയോടുകൂടി, വളരെ ശ്രദ്ധിക്കണം നമ്മൾ, ഈശ്വരബുദ്ധിയോടുകൂടി ലക്ഷ്യബുദ്ധിയോടുകൂടി ശരണമൻവിച്ച, അതിനെ ശരണം പ്രാപിക്കണം നമ്മൾ. ലക്ഷ്യത്തിനെ നമ്മൾ മുന്നിൽ വച്ചുകൊണ്ട് കർമ്മം ഏത് വേണം ചെയ്തോളൂ, അത് യോഗകർമ്മമായി മാറി. അപ്പം അങ്ങനെ ഇരുന്നിട്ടുണ്ട് പലരും. നമ്മൾ വിചാരിക്കും ഇത് വെറും കെട്ടുകഥയാണെന്ന്. വ്യാധനിരുന്നിട്ടുണ്ട് പലരും. ഓഫീസുകളിൽ ഇരുന്നിട്ടുണ്ട്, വലിയ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്. അത് പുരാണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ വഴിയിലൊക്കെ കാണാം. വളരെയധികം വ്യവഹാരം ചെയ്യണതിൻ്റെ മധ്യത്തിലെ യോഗസ്ഥനായിട്ടിരിക്കണത് നമുക്ക് കാണാൻ പറ്റും. ശുദ്ധമായിട്ടിരിക്കണത് കാണാൻ പറ്റും. അതിന് ഈ അങ്ങോട്ട് മാറ്റിയാൽ മതി. ഈ അഭിമാനത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ മതി. അഭിമാനത്തിനോട് നമ്മൾ ഐഡൻറ്റിഫൈ ആകും തോറും നമുക്ക് വേദന ഉണ്ടാവും. അതിനെ നമ്മൾ അൺകോൺഷ്യസ്ലി കൂടെ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വിഷമില്ല. നമ്മുടെ സ്വാമിജി ഒരു കഥ പറയും. ആ കഥ ഒരു നടന്ന കഥ. ഒരാൾ ഒരു ജോലി സ്ഥലത്ത് ഒരു പ്യൂണിനെ വിളിച്ചു കൊടുത്തു. അപ്പോൾ ഈ പ്യൂണിൻ്റെ അടുത്ത് ഒരു മാനേജർ ചീത്ത പറഞ്ഞു, എന്തൊക്കെയോ ചീത്ത പറഞ്ഞു. ഇതിങ്ങനെ ചെയ്താൽ ശരിയല്ല, അത് ചെയ്താൽ ശരിയല്ല, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് 10-15 മിനിറ്റ് അങ്ങനെ ചീത്ത പറഞ്ഞു. ഇദ്ദേഹം ശാന്തമായിട്ട് തന്നെ ഇരുന്നു. അത്ര അടുത്ത് വേറെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചീത്ത പറഞ്ഞ മാനേജർ ചോദിച്ചു, ഞാൻ ഇത്രയും ചീത്ത പറഞ്ഞിട്ടും താൻ ഇത്ര ശാന്തനായിട്ട് നിൽക്കണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്ര നേരം എന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അത്ര നേരം എന്നെയാണോ പറഞ്ഞതെന്ന് അയാൾ അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ അതിനോട് ഐഡൻറ്റിഫൈ ചെയ്യാതിരുന്നപ്പോൾ യോഗസ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല. എപ്പോൾ അത് എന്നെന്ന് ഞാൻ അറിയണോ അതോടുകൂടി BP കയറി തുടങ്ങി, ടെൻഷൻ വന്നു തുടങ്ങി, ബ്ലഡ് പ്രഷർ വന്നു തുടങ്ങി. ഇല്ലേ? എവറി രോഗം, എവറി ഡിസീസ് ഈസ് ബേസ്ഡ് ഓൺ മനസ്സ്. അതിൽ ചിത്തവൃത്തി, ഞാൻ ഈ ശരീരം അല്ലെങ്കിൽ ഞാൻ എന്നൊരു അഭിമാനത്തിലാണ് സർവ്വ രോഗങ്ങൾ കൂടെയും ഒളിഞ്ഞിരിക്കുന്നത്. അത് തന്നെ വലിയൊരു രോഗമാണ്. അതുകൊണ്ട് ഈ രോഗത്തിനുള്ള നിവാരണമാണ് വേദാന്തവും വേദാന്ത ചിന്തയും ഒക്കെ ഈശ്വര ഭജനവും ഒക്കെ.
അതുകൊണ്ട് ബുദ്ധൗ ശരണമൻവിച്ച് യോഗബുദ്ധിയോടുകൂടി ആ യോഗബുദ്ധിയെ ഈശ്വര ബുദ്ധിയിൽ നമ്മൾ അഭയം തേടിക്കൊണ്ട് ഫലഹേതവഃ കൃപണാഃ. ഫലത്തെ ഹേതുവാക്കിയിട്ട് ഇരിക്കണവൻ ആരാന്ന് വെച്ചാൽ കൃപണനാണ്. കൃപണൻ എന്ന് പറഞ്ഞാൽ ദുഃഖാർഹൻ എന്നർത്ഥം. കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് കയറിൽ പാമ്പിനെ കണ്ടു വിഷമിക്കണവൻ. വാസ്തവത്തിൽ അവിടെ പാമ്പില്ല, കയറ് തൊട്ട് അവന് ഭയമില്ലാത്ത വസ്തുവാണ്. അതിൽ പാമ്പില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് പാമ്പല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കയറിനെ കൊണ്ട് അവന് ചിത്തവൃത്തിയൊന്നും ഉണ്ടാവില്ല. അവന് പുതിയ പുതിയ വൃത്തികളോ ജന്മങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് ഫലഹേതവഃ കൃപണഃ. ഫലം അശാശ്വതം. പല ഗ്രന്ഥങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റാണ്. എല്ലാം ഒരേ ഒരു കാര്യത്തെ പറയണം. കൃതി മഹോദതൗ പതനകാരണം ഫലമശാശ്വതം ഗതി നിരോധകം. ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിലെ രണ്ടാമത്തെ ഉപദേശം കർമ്മടന്മാരായിട്ട് കേവലം കർമ്മഫലത്തെ മാത്രം ആശ്രയിക്കുന്നതായിട്ടുള്ള വൈദികന്മാർക്കും ഇൻഫാക്ട് കർമ്മഫലത്തെ ഇച്ഛിക്കുന്നതായിട്ടുള്ള ലൗകികന്മാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. കൃതി മഹോദതൗ, ഞാൻ ചെയ്യണമെന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവം വലിയ ഒരു സാഗരത്തിൽ കൊണ്ട് നമ്മൾ വിടുവത്രേ. പതനകാരണം, അതിൽ വീണു പോകും, കര കാണാതെ നമ്മൾ പതിച്ചു പോകും. ഫലം അശാശ്വതം. ഈ ഫലമുണ്ടല്ലോ വാസ്തവത്തിൽ എന്തൊക്കെ നേടിക്കോളും, എത്ര വേണോ പുസ്തകം പഠിച്ചോളൂ, എത്രയൊക്കെ ഉപനിഷത്ത് പഠിച്ചോളൂ, എത്ര ഭഗവത്ഗീത പഠിച്ചു വെച്ചോളൂ, ആ തത്വം ഉള്ളിൽ ഗ്രഹിച്ച് ഞാൻ എൻ്റെ അമൃതത്വത്തിനെ അറിയാത്ത വണ്ണം തൻ്റെ മുമ്പിൽ യമൻ വന്നു നിന്നാൽ വാട്ട് യു വിൽ സേ? യമൻ ഓലൈ വന്നാൽ സൊല്ല ഉത്തരമുണ്ടോ? യമന്റെ ഓല വന്നാൽ പറയാൻ വല്ല ഉത്തരമുണ്ടോ? യമൻ വന്നാൽ ഞാൻ ആ ഡോക്യുമെന്റിൽ പോയി സൈൻ ചെയ്തിട്ട് വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തുണി വിരിച്ചിട്ടൊക്കെയാണ്, മഴ പെയ്യും, ഒന്നും തിരിച്ചെടുത്ത് വച്ചിട്ട് പോവാം, ഒന്നുമില്ല. ആ സ്പോട്ടിൽ ജസ്റ്റ് മിനിറ്റിൽ പോകണം, ഒരു സെക്കൻഡിൽ നമ്മളെ കൊണ്ടുപോയി കളയും അല്ലേ? അതുകൊണ്ട് താൻ ആര്, തൻ്റെ സ്വരൂപം എന്ത്, തൻ്റെ അമൃതത്വം എന്ത്, തൻ്റെ ലക്ഷ്യബോധത്തോടു കൂടി താൻ കർമ്മം ചെയ്യണ വഴിക്ക് മരിച്ചു പോയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആരംഭിക്കാം. അത് മുന്നത്തെ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ. പ്രത്യവായ ദോഷമില്ല, അഭിക്രമനാശോസ്തി. ഇത് വീണ്ടും വീണ്ടും ഒന്നേന്ന് ചെയ്യണം എന്നൊന്നുമില്ല. ഇത് നിത്യനിരന്തരമായിട്ട് നമ്മൾ ഉള്ളിൽ ആ സാക്ഷാത്കാര ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് മുമുക്ഷുവായിട്ട് മുക്തിയെ ലക്ഷ്യം വെച്ചിരുന്നാൽ എവിടെ അവസാനിച്ചോ ഇറ്റ് വിൽ ബിഗിൻ ഫ്രം ദെയർ. അടുത്തൊരു ജന്മമുണ്ടോ ഇല്ലയോ, നമ്മൾ വി വിൽ ബിഗിൻ ഫ്രം ദെയർ. അതുകൊണ്ട് ബുദ്ധി നല്ല തെളിഞ്ഞു വരണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സത്സംഗമാകുന്ന ഒരു മരുന്ന് കഴിക്കുക. ഗളന്തി ശംഭോ ത്വച്ചരിത സരിതഃ ദളന്തി ധീകുല്യാ സരണിഷു പതന്തി വിചയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേതോ ഹൃതിഭുവി ശിവാനന്ദലഹരി. ശിവാനന്ദ ലഹരിയിലെ ആചാര്യസ്വാമികൾ പറയുന്നു, ഗളന്തി ശംഭോ ത്വച്ചരിത സരിതഃ. അല്ലയോ പരമേശ്വര, അങ്ങയുടെ കഥാശ്രവണം, സത്സംഗശ്രവണം, ശിവം എന്ന വാക്കിന് മംഗളമായിട്ടുള്ള ശ്രവണം, ഭദ്രം കർണേഭി ശൃണുയാമദേവാഹ. ആ മംഗളകരമായിട്ടുള്ള ശ്രവണം ഉണ്ടല്ലോ, ആ ശ്രവണം ദളന്തീതി കുല്യാസരണിഷു പതന്തി, ബുദ്ധിയാകുന്ന തടത്തിൽ പോയി വീഴുവത്രയും. ബുദ്ധിയിൽ മുഴുവൻ ആ ഭഗവത് ധ്യാനം നിറഞ്ഞു നിൽക്കല്. അതാണ് ബുദ്ധൗ ശരണമൻവിച്ച യോഗബുദ്ധി. ഈശ്വര ബുദ്ധിയിൽ ശരണം പ്രാപിച്ചാൽ നമ്മൾ ലക്ഷ്യം എത്തിക്കഴിഞ്ഞു. ഇനി അത് ആ ഒരു കെട്ടി നിർത്തിയാൽ മതി. അതിന്
ആ ഒരു പ്രാപ്തി ഉണ്ടല്ലോ, ബുദ്ധിയിൽ പൂർണ്ണമായിട്ട് കൺവിക്ഷൻ ഉണ്ടാക്കലാണ്, പിന്നെ അതിനെ സംരക്ഷിക്കലാണ് വേണ്ടത്. നമ്മളൊരു വസ്തു, ഒരു വീട് വാങ്ങിച്ചു, ഇനി ആ വീടിനെ സംരക്ഷിച്ചു കൊണ്ടുപോവുക. അതുപോലെ നമുക്കൊരു ഫലം കിട്ടിക്കഴിഞ്ഞു, എനിക്ക് എന്താ, ഈശ്വരപ്രാപ്തി കിട്ടിക്കഴിഞ്ഞു. ഈശ്വരപ്രാപ്തി വിട്ടിടിൽ കഷ്ടമാം വിട്ടിടാതെ ഉണൽ, നിന്നെ വിടാതെ അതിൻ്റെ ഉള്ളിൽ ഞാൻ യോഗമായിട്ട് അതിനെ വച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ഒരു സംരക്ഷണം വെച്ച്, ഒരു ബലം കൊടുത്ത്, ബലമേകിക്കൊണ്ട് ശ്രദ്ധയാകുന്ന വേലി കെട്ടിക്കൊണ്ട് നമ്മൾ ചെയ്താൽ ഈ ലോകത്തിൽ നമുക്ക് ഗുണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താ? ബുദ്ധൗ ശരണമൻവിച്ച, ബുദ്ധിയെ ശരണം പ്രാപിക്കുക. എങ്ങനെയുള്ള ബുദ്ധി? യോഗബുദ്ധി. ലക്ഷ്യത്തിന് ശരണം പ്രാപിക്കുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷ്യം ഉള്ളിൽ കൊടുക്കുക. ആ ലക്ഷ്യത്തിൽ നമ്മൾ നല്ലവണ്ണം ഉറച്ചാൽ ആ ലക്ഷ്യമേ നമുക്ക് പരമാർത്ഥമായിട്ടുള്ള പ്രാപ്തി ഉണ്ടാക്കിത്തരും. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ ജന്മം നേടുമെന്നോ അടുത്ത ജന്മം നേടുമെന്നോ ഇനിയ വരണ ജന്മം നേടുമെന്നോ ഒന്നും ടെൻഷൻ അടിക്കേ വേണ്ട. നമ്മൾ കർമ്മണി ഏവ അധികാരഹാത്തേ, കർമ്മത്തിന് മാത്രം നമ്മൾ അധികാരം വെച്ച് യോഗമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട്, ആത്മനിഷ്ഠനായിട്ട് കർമ്മം ചെയ്തുകൊണ്ട്, ഒന്നിനോടും പറ്റുവയ്ക്കാതെ, ജയലാഭത്തിനെ ഒന്നും ചിന്തിക്കാതെ, ശാന്തമായിട്ട് ബുദ്ധിയിൽ ഈശ്വര ചിന്തയോടുകൂടി നമ്മൾ കർമ്മം ചെയ്താൽ ആ കർമ്മം ഫലവത്തായിട്ട് വരും. അതുകൊണ്ട് ഈശ്വര ബുദ്ധി വച്ചാൽ, യോഗബുദ്ധിയിൽ നമ്മൾ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം എന്താണെന്ന് ഭഗവാൻ വിസ്തരിച്ച് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. 50-ാമത്തെ ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. ബുദ്ധിയുക്തഃ ഇഹ. ഇവിടെ ഈ ലോകത്തില് നിരന്തരമായിട്ട്, ഇഹ എന്ന് പറഞ്ഞ ഈ ലോകം, ബുദ്ധിയുക്ത എന്ന് വെച്ചാൽ ബുദ്ധിയോഗമുള്ള ആള്. യുക്തം എന്ന വാക്കിന് യോഗം തന്നെ അർത്ഥം, ആത്മാൻ തന്നെ അർത്ഥം. യുക്തമായിട്ട് ബുദ്ധിയിൽ യുക്തിയോട് കൂടിയിട്ടുള്ള ഈശ്വര ബുദ്ധിയോട് കൂടിയിരിക്കണ ആള്, നിരന്തരമായ ഈശ്വര ബുദ്ധിയെ മാത്രം അഭയം പ്രാപിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, ഉഭേ സുകൃത ദുഷ്കൃതേ. അവൻ പുണ്യമെന്നും പാപമെന്നും വേർതിരിച്ച് കാണാതെ പുണ്യപാപങ്ങളെയെല്ലാം ജഹാതി. ജഹാതി എന്ന് പറഞ്ഞാൽ വിടണു എന്നർത്ഥം. യോഗബുദ്ധിയിൽ ആശ്രയിച്ചിരിക്കണവൻ, നിത്യനിരന്തരമായിട്ട് യോഗബുദ്ധിയിൽ ആശ്രയിച്ചിരിക്കണ ആള്, അവൻ പുണ്യപാപങ്ങളിലെ ലക്ഷ്യം വെക്കണേ ഇല്ല. എന്ന് വെച്ചാൽ പുണ്യം പാപം ഒക്കെയും നമ്മുടെ കൽപ്പനയാണ്, മനസ്സിൻ്റെ സ്വരൂപമാണ്. അവിടെ യോഗം സംഭവിച്ചാൽ പുണ്യപാപത്തിനെ ഒന്നും ദർശിക്കില്ല. എന്നു വച്ചാൽ അർത്ഥം പുണ്യവും പാപവും ഇവിടെ ഇല്ല എന്നല്ല അർത്ഥം. നീ ശരീരമാണെന്നുള്ള ചിന്ത ഉള്ളിടത്തോളം നിനക്ക് പുണ്യവും പാപമുണ്ട്. നീ ശരീരം എന്നൊരു ചിന്ത അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ വേർ ഈസ് പുണ്യം, വേർ ഈസ് പാപം. നീ ഒരു തത്വമാണ്. തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. നീ ഗുരു ഏതാണോ അത്, യഥാ ഗുരു തഥാ ശിഷ്യ. അവിടെ വേറ്റിത്തിരിവില്ല. ഇത് നല്ലതെന്നോ ഇത് ചീത്തയെന്നോ ഒന്നുമില്ല. പുണ്യപാപങ്ങളെ രണ്ടും അവൻ കൈവെടിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്, തസ്മാത് യോഗായ യുജ്യസ്വ. നീ ഈ യോഗത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കൂ. ഈ യോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ ജപം ചെയ്യണത്, സാധന ചെയ്യണത് ഒക്കെ ഈ യോഗം വരാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ യോഗത്തിന് വേണ്ടി? ജപമാണോ ഈ യോഗത്തിന് പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ജപം ഒന്നും അധ്യാത്മമല്ല, സാധനയൊന്നും അധ്യാത്മമല്ല, യോഗയോ പൂജയോ ഒന്നുമല്ല അധ്യാത്മം. അധ്യാത്മം എന്ന് പറയണത് മനസ്സ് ഇല്ലാതെ ഇരിക്കലാണ്.
അപ്പോൾ മനസ്സില്ലാതിരിക്കാനുള്ള വഴികളാണ് ഈ യത്നിക്കൂ എന്ന് പറയണത്. അതിന് യത്നിക്കാൻ എങ്ങനെയാ യത്നിക്കേണ്ടത്? ഒരു ഗുരുവും ഒരു ശിഷ്യനും ഉണ്ട്. അപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. എനിക്ക് പരമോന്നതമായ വിദ്യ വേണം, ഉപനിഷത്ത് വിദ്യ വേണം എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അഥാതോ ബ്രഹ്മജിജ്ഞാസയോടുകൂടി ഈ കുട്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കുളിക്കാൻ പോയി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി, നീ പോയി കുളിക്കൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഈ ശിഷ്യനുണ്ടല്ലോ കുളത്തിൽ പോയൊന്ന് മുങ്ങിയതും ഗുരു ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കയറി കിടന്നു. അങ്ങോട്ട് ഓടാൻ വയ്യ, ഇങ്ങോട്ട് ഓടാൻ വയ്യ, എണീക്കാൻ വയ്യ, ശ്വാസം മുട്ടിയിട്ട് അവസാനം പ്രാണൻ നിശ്ചലമാവുമെന്ന് കണ്ടപ്പോഴേക്കും ഗുരു അങ്ങോട്ട് മാറിക്കൊടുത്തു. ചാടി എണീറ്റിട്ട് പറഞ്ഞു, എന്താ ഗുരു ഇങ്ങനെ കാണിച്ചത്? കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ഞാൻ മരിച്ചു പോകില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ മരണവെപ്രാളം വന്നപ്പോൾ നിനക്ക് ഉപനിഷത്ത് പഠിക്കണമെന്നോ, നിനക്ക് ഭഗവത്ഗീത പഠിക്കണമെന്നോ, നിനക്ക് ഭാഗവതം പഠിക്കണമെന്നോ, നിനക്ക് തത്വത്തെ അറിയണമെന്നോ ഒരു തോന്നൽ വന്നോ? എന്തു വന്നു? നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് തോന്നി. നോക്കൂ, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യത്നിക്കണത്. കാരണം നമ്മളൊരു കുപ്പയിൽ കിടക്കുകയാണ് അല്ലേ? അത് ബാഹ്യമായ കുപ്പയിൽ കിടക്കണവരൊക്കെ ചിന്തിക്കണില്ലേ, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നല്ലൊരു വീട് വയ്ക്കണം, നല്ലൊരു കാറ് വാങ്ങണം എന്നൊക്കെ ചിന്തിക്കണില്ലേ? എന്തുകൊണ്ടാ? അത് ബാഹ്യമായിട്ടുള്ള കുപ്പ, പുണ്യപാപത്തിനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു റിലീഫ് വേണമെന്ന് ചിന്തിക്കണമല്ലോ. അതുപോലെ അധ്യാത്മമായിട്ട് നമ്മൾ ബാഹ്യമായിട്ടുള്ള റിലീഫൊക്കെ ഉണ്ടല്ലോ, അധ്യാത്മത്തിൽ കുപ്പയാണ്. വാസ്തവത്തിൽ ആ അനുഭവത്തിൽ വെറും കുപ്പയാണ്. ഇത് വെറും ദുഃഖം ജനിപ്പിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ ആ ദുഃഖം ജനിപ്പിക്കുന്നതായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ യത്നിച്ച് കളയലെന്ന് പറഞ്ഞാൽ ജപം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ യോഗം വരും. എങ്ങനെ വരും? ആ ജപം മനസ്സിനെ നിശ്ചലമാക്കും. അതിൻ്റെ അൾട്ടിമേറ്റ് യോഗ എന്തിനാണ്? മനസ്സിനെ നിശ്ചലമാക്കാൻ. ആ മനസ്സിൻ്റെ നിശ്ചല അവസ്ഥ എന്താണ്? അത് ആത്മസ്വരൂപമാണ്. മനസ്സെല്ലാം ആത്മാവായിട്ട് തന്നെ ഇരിക്കും. അവിടെ ആത്മാവ് വേറെ മനസ്സ് വേറെ എന്ന് പിരിക്കാൻ നദ്വൈതം പശ്യതി. അവിടെ ഒരു ദ്വൈതമില്ല. അതുകൊണ്ട് യോഗ കർമ്മസു കൗശലം. അതുകൊണ്ട് ഈശ്വര ബുദ്ധിയോടുകൂടി കർമാനുഷ്ഠാനം ചെയ്യാൻ നീ സമർത്ഥനായി തീരൂ അർജുന എന്ന് പറഞ്ഞു. കൗശലനായി തീരും. ആശ്ചര്യോ വക്താഹ കുശലോസ്യ ലബ്ധാഹ. ഈ വിദ്യ കൊടുക്കണത് ഒരു ആശ്ചര്യം. ഈ വിദ്യയെ ഉള്ളിൽ ഗ്രഹിക്കണതുണ്ടല്ലോ, അത് വലിയൊരു ആശ്ചര്യമാണെന്ന് ഉപനിഷത്തെ പറയണം. ഉപനിഷത്തെ യൂസിങ് ദാറ്റ് ആശ്ചര്യം, ദാറ്റ് വേർഡ് അടുത്തടുത്തടുത്തടുത്ത് ഉപയോഗിക്കണം. വേദത്തിലൊക്കെ റിപ്പീറ്റൻസ് അധികമൊന്നും കാണില്ല. ആശ്ചര്യം എന്നൊരു വാക്കിന് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഗീതയിൽ തന്നെ ഉണ്ട് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. റിപ്പീറ്റഡ്ലി ഗിവിങ് ദാറ്റ് മെസ്സേജ് ആശ്ചര്യം ആശ്ചര്യം ആശ്ചര്യം. വൈ ഇറ്റ് ഈസ് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ കൗശലനായിരിക്കണം. കൗശലൻ എന്ന് പറഞ്ഞാൽ ഒരു ദർഭ എടുത്തുകൊണ്ട് വരണമെന്നർത്ഥം. എന്താ ഈ ദർഭ എന്ന് പറഞ്ഞാൽ? കുശാൻ ലാതീതി കുശലഹ. കൗശലം എന്ന വാക്കിനർത്ഥം ആരാണോ ദർഭയെ കൊണ്ടുവരണവൻ അവൻ കുശലൻ എന്നർത്ഥം. എങ്ങനെയാ? ഒരു ഗുരുനാഥൻ്റെ നീക്കുപോക്ക് എങ്ങനെ അറിയാം? ഒരു ഗുരുനാഥൻ ഒരു കർമ്മത്തിലിരുന്നാൽ അടുത്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ ഓടണം. ദാറ്റ് ഈസ് കൗശലത. അതാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. ഇപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്താൽ കൊണ്ടുവരേണ്ടത് വിപരീതമായിട്ടുള്ള സാധനമായിരിക്കും. പറഞ്ഞു കൊടുത്താലും കൊണ്ടുവരണത് വിപരീതമായ സാധനമായിരിക്കും. ശിഷ്യന്മാരെങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധാലുവായിട്ട് ഗുരുവിൻ്റെ കർമ്മത്തിൽ ഗുരു ഒന്ന് കണ്ണ് നോക്കി ഗുരു ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ദാറ്റ് ഈസ് കുശലൻ. ഇനി കുശം എന്ന് പറഞ്ഞാൽ ദർഭ എന്നർത്ഥമുണ്ട്. ദർഭ എങ്ങനെ എടുക്കണം? ഈ ദർഭ എടുക്കുമ്പോൾ കൈമുറിയും. അതിന് അതീവ ശ്രദ്ധ വേണം. അപ്പോൾ കൈമുറിയാതെ ഈ ദർഭപ്പുല്ലിനെ എടുക്കാൻ ആരാണോ പ്രാപ്തൻ അവൻ അതീവ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ആ ശ്രദ്ധ
ആ ശ്രദ്ധയോടുകൂടി നമ്മൾ യോഗ കർമ്മസു, ഈ കർമ്മം ഒക്കെ ഈശ്വര ബുദ്ധിയോടുകൂടി ചെയ്യുക, ഈശ്വര അർപ്പിതമായിട്ട് ചെയ്യുക. ഇതാണ് ഈ സത്സംഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. ഈശ്വര അർപ്പിതം നേച്ഛയാ കൃതം, ഒരു ഇച്ഛയും ഇല്ലാതിരിക്കുക, ഈശ്വര അർപ്പിതമായിട്ടിരിക്കുക. അതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമൊക്കെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്കും ഈശ്വര ധ്യാനത്തിനുമൊക്കെ നമ്മൾ വിട്ടുവയ്ക്കലാണ് നമ്മുടെ അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ യത്നിക്കൂ എന്ന് പറയണത് അല്ലേ. സദാ ഈശ്വര പ്രാപ്തിയിലിരിക്കണത് അല്ലെ, ഈശ്വരപ്രാപ്തി, സദാ ലക്ഷ്യത്തിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വസ്വരൂപ അനുസന്ധാനം. അതാണ് ഭക്തി. ഒരു ഉയർന്ന ഡെഫിനിഷൻ, നമുക്കെല്ലാം അതാണ് ആവശ്യം. ആ ഉയർന്ന ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ഇരിക്കണം. സദാ നമ്മൾ ഒരു ഭഗവത്ഗീത എടുത്തിട്ട് വിചാരം ചെയ്യൽ, ഇതൊരു യോഗബുദ്ധിയാണ്. ഒരേ ഒരു നാമം, ഒരു ഗുരുനാഥൻ തന്ന നാമത്തെ നിത്യനിരന്തരം ജപിക്കൽ ഒരു യോഗസാധനയാണ്, ഒരു യത്നമാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഭഗവാനെ വളരെയധികം താപമുണ്ട്, കുടുംബജീവിതമൊന്നും മുന്നോട്ട് പോകാനേ വയ്യ, എനിക്ക് ഫുൾ ടൈം ഭഗവാന്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ നിന്റെ ശരീരം പ്രാരാബ്ധത്തിന് കൊടുക്കും. പ്രാരാബ്ധേന സമർപ്പിതം സ്വവബുഹു, പ്രാരാബ്ധത്തിനായിട്ട് നിന്റെ ശരീരത്തെ കൊടുക്കൂ, നിന്നെ എനിക്ക് തരും. ദാറ്റ് മീൻസ് ശരണാഗതി. ശരണമൻവിച്ച്, നമ്മൾ നേരത്തെ കണ്ടു, ശരണാഗതി ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ടു ബി അവൈലബിൾ ടു ഗുരു എന്ന് വെച്ചാൽ ഗുരു പറയണത് എന്താണോ അതിനെ നിത്യനിരന്തരം ചെയ്യണതാണ് അവൈലബിൾ ടു ഗുരു. അല്ലെങ്കിൽ ഗുരുവിനും ഒരു പ്രൈവസി ഉണ്ടാവില്ല, തനിക്കും ഒരു പ്രൈവസി ഉണ്ടാവില്ല. അതുകൊണ്ട് അവൈലബിൾ ടു ഗുരു എന്ന് പറഞ്ഞാൽ യെസ് സാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗുരുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കലല്ല. ഗുരു എന്തിനെ ഉപദേശിച്ചോ അത് നിത്യനിരന്തരമായിട്ട് തൻ്റെ ഉള്ളിലിട്ട് വിചാരം ചെയ്ത് കടഞ്ഞ് 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 അല്ലേ. ആചാര്യോ അരണിരാദ്യസ്യ അന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം. ആചാര്യനും ഒരരണി, ആ അരണിക്കോല് കടഞ്ഞ് അതിൽ ഏതൊരു അഗ്നിയാണോ വരണത് ആ അഗ്നിയാണ് വിദ്യ. ആ വിദ്യ നമുക്ക് ഫലവത്താവണമെങ്കിൽ യോഗത്തിൽ നമ്മൾ കർമ്മം അനുഷ്ഠിക്കൽ, ഇതാണ് ഫലവത്താവണ ഒരു മാർഗം. ഇങ്ങനെയാണ് നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ദുഃഖം വരും. ദുഃഖജന്യം വരുത്തുന്നത് എന്താണ് ദുഃഖം വരുത്തുന്നത്? ഈ ഫലമാണ്, ഈ എക്സ്പെക്റ്റേഷനാണ്. എത്രത്തോളം വി വിൽ എക്സ്പെക്ട് അത്രത്തോളം നമ്മൾ ദുഃഖിക്കും. എത്രത്തോളം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരിക്കണോ അത്രത്തോളം നമ്മൾ ദുഃഖത്തെ അതിജീവിച്ചു എന്നർത്ഥം. ദുഃഖമോ സുഖമോ ഒക്കെയും ഈ എക്സ്പെക്റ്റേഷൻ്റെ തന്നെ ഫലമാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് ദുഃഖത്തിന് ഒരു അറുതി വരും. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. 51-ാമത്തെ ശ്ലോകം, കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്തി അനാമയം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ബുദ്ധിയുക്താ മനീഷിണാ ഹി, നിരന്തരമായ ഈശ്വര ചിന്ത, ബുദ്ധിയുക്തം, അത് ആത്മസാക്ഷാത്കാര ലക്ഷ്യം വച്ചുകൊണ്ട് ഒരു പരമാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തെ മുന്നിൽ വച്ചുകൊണ്ട് പാരമാർത്ഥികമായ ലക്ഷ്യത്തിനെ വച്ചുകൊണ്ട് വ്യവഹരിക്കല്, അത് നിശ്ചയിച്ചുറപ്പിച്ചാൽ കർമ്മജം ഫലം ത്യക്ത്വാ, കർമ്മജന്യമായ ഫലം നമ്മൾ ത്യജിക്കും. എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ മറ്റൊരു കർമ്മം നമ്മൾ വിടാതെ വഴിയില്ല അല്ലേ. ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണമെങ്കിൽ ട്രെയിനിൽ നിന്നും നമ്മൾ കൈവിടണം.
ഓടണ ട്രെയിനിലൂടെ പോകാനും പാടില്ല, ട്രെയിനിൽ നിന്നൊട്ട് കൈവിടുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റേ ഇൻ പ്ലാറ്റ്ഫോം ഓർ യു ഹാവ് ടു സിറ്റ് ഇൻ ട്രെയിൻ. ഇത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കും. ഇതിനെയാണ് നമ്മൾ ഉദാസീനരെന്ന് പറയുന്നത്. നമ്മളെ കൂട്ടർ പലരും ഉദാസീനരാണ്. ഒരേ അടിക്ക് വിശ്വാസം ഇല്ലാതെ ഇരിക്കില്ല, ഒരേ അടിയിൽ വിശ്വാസവും വയ്ക്കില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെ നിൽക്കും, ഞാൻ ഇത് രണ്ടിൻ്റെ ആളാണ്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുഃഖം വരും. അതുകൊണ്ട് ഒന്ന് കർമ്മജം ഫലം തെക്വ, ഇത് പ്രാക്ടിക്കലാണോ നോക്കിയാൽ നമുക്ക് പറ്റും. കർമ്മഫലമില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റും. ഇപ്പൊ കർമ്മഫലം വരണുണ്ടല്ലോ, അപ്പോൾ ഏതിൽ വരണം, എന്തുകൊണ്ട് വരണം, ദാറ്റ് വിചാരം, ആ വിചാരം നമ്മൾ വച്ചാൽ തന്നെ ആ കർമ്മജന്യമായ ഫലത്തിന് നമുക്ക് നോക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ അജ്ഞാനം. അതൊരു വലിയ പ്ലസ് പോയിന്റാണ്. ഇതാണ് എനിക്ക് പ്രതിബന്ധം എന്ന് ആര് കരുതണോ അവന് പരമലാഭമാണ്. അവൻ കള്ളനെ കണ്ടുപിടിച്ചിരിക്കണം. ജനകൻ പറഞ്ഞിരിക്കണു, പ്രബുദ്ധോഹം പ്രബുദ്ധോഹം ദൃഷ്ടചോരോയമാത്മനഃ. ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു. കള്ളനെ കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ ശ്രദ്ധാപൂർവം നമുക്ക് ഇരിക്കാൻ പറ്റും അല്ലേ. കള്ളനെ കണ്ടുപിടിച്ചാൽ പിന്നെ ആരാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണത്? കണ്ടുപിടിച്ചാൽ ഓക്കെ. ഒരു രോഗം കണ്ടുപിടിക്കണത് പോലെയാണ്. രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ വളരെയധികം വിഷമം അനുഭവിക്കും നമ്മൾ അല്ലേ. എന്താണ് ഇത്, പല ടെസ്റ്റ് എടുത്ത് നോക്കി, സ്കാൻ എടുത്ത് നോക്കി, കണ്ടുപിടിച്ചില്ല. എപ്പോൾ രോഗത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുവോ അപ്പോൾ തന്നെ നമുക്ക് റെമഡി വി ക്യാൻ ഡു റെമഡി ബൈ ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ അല്ലേ. സ്വയം ചികിത്സയുമല്ല, വിത്ത് ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ. അതിന് നമ്മുടെ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വിൽ ഇൻസ്ട്രക്ട് യു. ദാറ്റ് ഡോക്ടർ ഈസ് ഗുരു ഓർ ഈശ്വരൻ ഓർ ഭഗവത്ഗീത, എനിത്തിങ്. ഈ ഭഗവത്ഗീത റെമഡിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമുക്ക് ഫലം വരണമുണ്ടെങ്കിലോ കർമ്മഫലത്തിൽ ചിന്തയുണ്ടോ, എന്താണ് അതിന് കാരണം എന്ന് ആദ്യം ചിന്തിക്കുക. ആ കാരണത്തെ നമ്മൾ ത്യജിക്കുക. ത്യക്ത്വ ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന് വേദം തന്നെ പറയണു. ഇതിനൊക്കെ ത്യജിച്ചാൽ മാത്രമേ നമുക്ക് അമൃതത്വം കിട്ടുള്ളൂ. പിടിച്ചു വെച്ചോണ്ടിരുന്ന ഓടണ ട്രെയിനിൽ പിടിച്ചു വെച്ചോണ്ട് നിന്നാൽ പ്ലാറ്റ്ഫോമിലും നിൽക്കാൻ പറ്റില്ല, ട്രെയിനിലും പോകാൻ പറ്റില്ല, വിഷമിക്കും അല്ലെ, ബുദ്ധിമുട്ടും നമ്മൾ. അപ്പം ആ ബുദ്ധിമുട്ടില്ലാത്തവർ അതിനെ ത്യജിച്ചാൽ ജന്മബന്ധ വിനിർമുക്താഹ, അവർ ഈ സംസാര ബന്ധത്തെ കളഞ്ഞവരായിട്ടിരിക്കുന്നു, മുക്തി വന്നിരിക്കണം. ജന്മ സംസാരബന്ധനാത്. സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ താപമാണ്. ഈ താപത്തിൽ നിന്നും ഈ രോഗത്തിൽ നിന്നും സംസാരം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം. ബുദ്ധിയിൽ തെളിഞ്ഞാൽ ആ സംസാര ഭ്രമണ പരിതാപോപശമനം, ആ സംസാര താപം അങ്ങോട്ട് വിട്ടുപോകും. ആ താപം വിട്ടുപോയാൽ അനാമയം പദം ഗച്ഛന്തി, രോഗമില്ലാത്തതായിട്ടുള്ള ദുഃഖം സ്പർശിക്കാത്തതായിട്ടുള്ള ആ പദത്തിൽ നമ്മളെത്തും. ഏതൊരു പദത്തിലാണോ ദുഃഖമില്ലാത്തത്, അതിമുച്യധീരാഹ പ്രേത്യാസ്മാൻ ലോകാഹ, ഈ ദുഃഖത്തിനെയൊക്കെ നമ്മൾ നിവർത്തിച്ചവനായിട്ടിരുന്നിട്ട് അമൃതത്വം നമ്മുടെ സ്വരൂപമായിട്ട് മാറും. അതുകൊണ്ട് ഈ കർമ്മബുദ്ധി വരും. ആ കർമ്മബുദ്ധിയിൽ നമ്മൾ കൺവിക്റ്റഡ് ആവാതിരിക്കുക, ഇത് നിത്യമല്ല എന്ന് പരിശീലിക്കുന്നത് തന്നെ ഒരു യത്നമാണ്. ഇത് നിത്യമല്ല, ഇതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരം എനിക്ക് തരണില്ല എന്ന് ആര് വിചാരിക്കണോ അത് തന്നെ വലിയൊരു കാര്യമാണ്, വലിയൊരു ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ്. ഈശ്വര അർപ്പിതമായിട്ട് നിത്യാനിത്യത്തിനെ വേർതിരിച്ചുകൊണ്ട് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ശാസ്ത്രത്തിനെയും ഗുരുവിൻ്റെ വാക്യത്തെയും ഉള്ളിൽ നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ഇരിക്കണ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല. മുട്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ തടസ്സം. ആ തടസ്സത്തെ നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് യോഗ സാധനയും ഒക്കെ ഇരിക്കണത്. ഭഗവാൻ
ഇത് അർജുനൻ ഉപദേശിച്ചു, ഇത് ഞാൻ കൗതുകത്തോടു കൂടി കേൾക്കണമെന്നുള്ള ഭാവത്തിലല്ല നമ്മൾ സത്സംഗത്തിലും ഈ ഭഗവത്ഗീതയൊക്കെ എടുത്ത് വിചാരം ചെയ്യണത്. നമ്മൾ ഓരോരുത്തരും വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഡെയിലി. ഇൻ ഡെയിലി ലൈഫ് വി ഹാവ് ടു പ്രാക്ടീസ് യോഗം. ദാറ്റ് ഈസ് നോട്ട് ഫോർ ശാരീരികമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടല്ല. അത് നമ്മൾ കരുതും യോഗയൊക്കെ ചെയ്യണത് എന്താ, ശാരീരികമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടല്ല. സമത്വം യോഗം ഉച്യത്തെ. ഇന്ന് തൊട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, സമത്വം, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണത്. പിന്നെ നമ്മുടെ ഉള്ളിലെ അൺനോർമാലിറ്റി, എക്സ്ട്രാ ഫിറ്റിങ്ങോ എക്സ്ട്രാ മസിൽ ഫിറ്റിങ്സോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ആ നോർമാലിറ്റി, ആ ശാന്തി, അതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയൊക്കെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ നമുക്ക് യോഗത്തെ ഉപദേശിച്ച് തരണത്. തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ.